വിനിത വിജി കൂടി ചെയ്യുന്നുണ്ട്. വിനിത, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ കൊച്ചിയിലെയും രാവിലത്തെ ഈ പറയുന്ന അന്തരീക്ഷമൊക്കെ ഭയങ്കര മലിനമാണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്താണ് അവിടുത്തെ ഈ പറഞ്ഞ പുകമഞ്ഞ് സാഹചര്യം, അതൊന്നും ഓക്കെ ആയോ? വിനിത, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി ആൻഡ് സ്മിത. പുകമഞ്ഞ സാഹചര്യമൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ ഡൽഹിയിൽ രാവിലെ ചില മേഖലകളിലൊക്കെ ഒരു അല്പം മഴ കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മഞ്ഞും മഴയും ഒക്കെ ആയി പുറത്തേക്ക് ഇറങ്ങുന്നത് ഒരു അല്പം ബുദ്ധിമുട്ട് തന്നെയാണ് ഈ കാലാവസ്ഥയിൽ. ഏതാണെങ്കിലും നമ്മളിപ്പോൾ നിർമ്മലാ സീതാരാമന്റെ വസതിക്ക് മുൻപിലാണ് നിൽക്കുന്നത്. എനിക്ക് പിന്നിലായി കാണുന്നത് നിർമ്മലാ സീതാരാമന്റെ വസതിയാണ്. അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 8:15 ധനമന്ത്രി ഈ വസതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. വസതിയിൽ നിന്ന് നേരെ നിർമ്മലാ സീതാരാമൻ ധനമന്ത്രാലയത്തിലേക്കാണ് പോകുന്നത്. ഇത്തവണത്തെ ബജറ്റിന് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ധനമന്ത്രാലയം കർത്തവ്യപഥത്തിലേക്ക് മാറ്റിയതിന് ശേഷമുള്ള ആദ്യ ബജറ്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ നേരെ കർത്തവ്യപഥത്തിലുള്ള ധനമന്ത്രാലയത്തിലേക്ക് പോയി അവിടെ നിന്ന് ആ ബജറ്റ് എടുത്ത് പിന്നീട് രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തി രാഷ്ട്രപതിയുടെ അംഗീകാരം ബജറ്റിന് തേടും. അതിനുശേഷമായിരിക്കും പാർലമെന്റിലേക്ക് എത്തി ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഈ തുടർച്ചയായി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുന്ന 9ാമത്തെ ബജറ്റാണിതെന്നൊരു പ്രത്യേകത കൂടി ഇത്തവണത്തെ ബജറ്റിനുണ്ട്. ഒപ്പം തന്നെ സ്വതന്ത്ര ഇന്ത്യയുടെ 88ാമത്തെ ബജറ്റാണ്. കേരളമടക്കം തെരഞ്ഞെടുപ്പെടുക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ തന്നെ വലിയ പ്രതീക്ഷയിലാണുള്ളത് ബജറ്റിൽ. അത്തരത്തിലേക്കുള്ള നീക്കിയിരിപ്പുകളും വലിയ പദ്ധതികളും ഒക്കെ കേരളത്തിന് ഉൾപ്പെടെ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതീക്ഷ. ഏതാണെങ്കിലും ഞാൻ നിൽക്കുന്ന ഈ നിർമ്മലാ സീതാരാമന്റെ വസതിക്ക് മുൻപിലുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ അതിൽ നിന്നൊരു വാഹനം പുറത്തേക്ക് വരുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതാണ്ട് 8:15 കൂടി തന്നെ നിർമ്മലാ സീതാരാമൻ ഈ വസതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആദായ നികുതി സ്ലാബുകളിൽ ഇത്തവണ കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് വിദഗ്ധരടക്കം പറയുന്നത്. പക്ഷേ അതേസമയം അടിസ്ഥാന സൗകര്യ വികസനത്തിനും ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. പൊതുമേഖലാ ബാങ്കുകളെ ശക്തിപ്പെടുത്താനുള്ള നടപടികൾ ഉണ്ടാകും. പ്രതിരോധ മേഖലയ്ക്കുള്ള വിഹിതം വർദ്ധിപ്പിക്കുമെന്നുള്ള ചില സൂചനകൾ കൂടിയുണ്ട്. ഒപ്പം തന്നെ റോഡ്, റെയിൽവേ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് കാര്യമായിട്ടുള്ളൊരു നീക്കിയിരിപ്പ് ഇത്തവണത്തെ ബജറ്റിൽ പ്രതീക്ഷിക്കാം. പ്രതിരോധം, കൃഷി, AI ഉൾപ്പെടെ സാങ്കേതിക മേഖലയ്ക്കും ബജറ്റിൽ മുൻഗണനയുണ്ടാകും. ചിപ്പ് നിർമ്മാണം, ഒപ്പം തന്നെ സ്റ്റാർട്ടപ്പുകൾ എന്നിവയ്ക്കും മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ പ്രാധാന്യമുണ്ടാകും. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ ബജറ്റിലേക്ക് സമാനമായിട്ടുള്ള ഈ സ്ത്രീ ശാക്തീകരണ പദ്ധതികളും ഇത്തവണത്തെ ബജറ്റിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. ഏതാണെങ്കിലും കേരളം ഉൾപ്പെടെ വലിയ ഒരു ആകാംക്ഷയോടുകൂടി തന്നെയാണ് ബജറ്റിൽ കാത്തിരിക്കുന്നത്. നമ്മൾ ദീർഘകാലമായി ഉന്നയിക്കുന്ന എയിംസ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമോ എന്നൊക്കെ തന്നെ കാത്തിരുന്നു കാണേണ്ടതായിട്ടുണ്ട്. ഏതാണെങ്കിലും നിർമ്മലാ സീതാരാമന്റെ വസതിക്ക് മുൻപിൽ രാവിലെ മുതൽ തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. 8:15 കൂടി ധനമന്ത്രി ഈ വസതിയിൽ നിന്നും നേരെ കർത്തവ്യപഥത്തിലുള്ള ധനമന്ത്രാലയത്തിലേക്ക് യാത്ര തിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.